വെൽക്കം ടു കേരള കിച്ചൺ. നമുക്കിന്നൊരു മാമ്പഴ പുളിശ്ശേരി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 3 മാമ്പഴം, നന്നായി പഴുത്ത 3 മാമ്പഴം എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ചെറിയ നാട്ടുമാങ്ങയാണ് ഉപയോഗിക്കാറ്. അതിവിടെ കിട്ടാത്തതുകൊണ്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് തൈര് ആവശ്യമാണ്. ഇത് ഞാൻ കട്ടയൊക്കെ നന്നായിട്ട് ഉടച്ച് വെള്ളം ചേർക്കാതെ മിക്സിയിലിട്ട് ഒന്ന് ഉടച്ചെടുത്തതാണ്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു ചെറിയ കട്ട ശർക്കര. ശർക്കരയ്ക്ക് പകരം നമുക്ക് പഞ്ചസാര വേണമെങ്കിലും ഉപയോഗിക്കാം. അതുപോലെ തന്നെ 3 അല്ലെങ്കിൽ 4 പച്ചമുളക്. അത് എരിക്കനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതുപോലെ ഞാൻ കുറച്ച് കുരുമുളകും എടുത്തിട്ടുണ്ട്. ഈ കുരുമുളക്, ഈ ജീരകവും പച്ചമുളകും നമുക്ക് അരയ്ക്കാൻ വേണ്ടിയുള്ളതാണ്. അരയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് തേങ്ങയും ആവശ്യമാണ്. ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് തേങ്ങ എന്ന് പറയുന്നത് ഏകദേശം ഒരു അരമുറി തേങ്ങയോളം കാണും. ഈ തേങ്ങ നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കണം. അരയ്ക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ കൂട്ടത്തിൽ ചേർക്കണം. ഞാനിത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 3 മാമ്പഴവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൺചട്ടി അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് സാധാ പാത്രത്തിലോ അല്ലെങ്കിൽ കുക്കറിലോ ഉണ്ടാക്കാം. പണ്ടത്തെ കാലത്ത് കൽച്ചട്ടിയൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് വരും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അതായത് നമ്മുടെ മാങ്ങ ഏകദേശം 1/4 ഭാഗത്തോളം മുങ്ങത്തക്ക വിധത്തിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ എടുത്തു വെച്ചിരുന്ന പച്ചമുളകൊന്ന് ചതച്ചിരുന്നു. അതുകൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നുകിൽ ചതയ്ക്കുകയോ അതല്ലെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അരച്ചു ചേർക്കുകയോ ചെയ്യാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ശർക്കരയും ഈ സമയത്ത് ആഡ് ചെയ്യാം. ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. ഈ മുളക് പൊടി ചേർക്കുന്നത് നമ്മുടെ കറിക്കൊരു നല്ല കളർ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ചേർക്കുന്നത്. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോഴത്തേക്കും വെള്ളം വറ്റുമ്പോഴത്തേക്കും നമ്മുടെ മാങ്ങയും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇപ്പം ഏകദേശം നമ്മുടെ മാങ്ങ വെന്ത് കാണും. നമുക്ക് തുറന്നു നോക്കാം. നമ്മുടെ മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് വേണം നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാൻ വേണ്ടി. നിങ്ങൾ അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് വേണം അരയ്ക്കാൻ. ഇത് നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇനിയാണ് തൈര് ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്ക് തൈര് കുറേശ്ശെയായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഫ്ലെയിം ലോയിലായിരിക്കണം. കാരണം തൈര് പെട്ടെന്ന് പിരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് നഷ്ടപ്പെടും. ഇനി തൈര് ചേർത്തതിന് ശേഷം ഒരു ആവി കയറി കഴിയുമ്പോൾ നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനി നമുക്ക് താളിച്ച് ചേർക്കാം. താളിച്ച് ചേർക്കുന്നതിനായി ഞാനൊരു പാത്രം വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കടുക്, ആവശ്യത്തിന് വറ്റൽമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇതെല്ലാം നന്നായിട്ട് ചൂടാക്കി നമുക്ക് നമ്മുടെ കറിയിലേക്ക് താളിച്ച് ചേർക്കാം. അപ്പം നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇനി നമുക്കിതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഇതൊരു നല്ല റെസിപ്പിയാണ്. നല്ല നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉള്ള നമ്മുടെ മാമ്പഴ പുളിശ്ശേരി. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.